ഹലോ, എല്ലാവർക്കും ഹരി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു വളകാപ്പ് ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വളകാപ്പിന് ഇത്രയും സെറ്റപ്പ് ആണ്. വളകാപ്പ് മാത്രമല്ല, ഇന്നൊരു 2 കല്യാണം കൂടിയുണ്ട്. വളകാപ്പിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണത്തിന് കൂടി പോകാൻ പറ്റുമെങ്കിൽ പോകാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് റെഡിയായി പോകുന്നത്. അപ്പോൾ അതിനോട് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. തലയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് കമ്മലിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് കമ്മലിടാം. ഞാൻ ഈ ഒരു കമ്മലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്മൽ കൂടിയാണ് കേട്ടോ അത്. കമ്മലൊക്കെ ഇട്ട് എൻ്റെ കണ്ണ് ഞാൻ സുന്ദരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഋതുബേബിയെ ഒരുക്കണം. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഋതുബേബിക്കും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഋതുബേബിയെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ അമ്മയുടെ ഒരുക്ക് എവിടം വരെ എത്തിയെന്ന് നോക്കാം. അമ്മ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. തലമുടി കെട്ടിയാൽ മതി. നമ്മുടെ ഒരുക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇറങ്ങാറായി. അപ്പോൾ വണ്ടിയൊന്നുമില്ല. അങ്ങനെ അമ്മ ആട്ടോയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയിട്ട് ഒരു ആട്ടോക്കാർ പോലും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ ഋതുബേബിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ആട്ടോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ഇൻട്രോയിൽ കയറിയിട്ട് നഗരൂർ വരെ പോകാമെന്ന് വിചാരിച്ചു. ഇൻട്രോയിലൊക്കെ അമ്മയ്ക്ക് കയറുന്ന കഷ്ടപ്പാട് നിങ്ങൾ കണ്ടില്ലേ. നല്ല പൊക്കമുള്ളത് കൊണ്ട് തന്നെ അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് കയറിയത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇൻട്രോയിൽ കയറിയിട്ട് നഗരൂർ ജംഗ്ഷൻ വരെ പോവുകയാണ്. അവിടെ ചെന്നിട്ടൊരു ആട്ടോ പിടിക്കാമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് വെച്ച് വിടുന്നത്. അപ്പോൾ നമ്മൾ നഗരൂർ എത്തിയിട്ടുണ്ട്. ഒരു ആട്ടോ കിട്ടി. ആട്ടോയിൽ വലിയ കാര്യത്തിൽ ചെന്ന് കയറിയപ്പോൾ അത് ഓട്ടം പോകാൻ വേണ്ടി ആരോ വിളിച്ചിട്ട് ഓട്ടമായിരുന്നു കേസ്. പിന്നെ നമ്മൾ വീണ്ടും അതിൽ നിന്നിറങ്ങി മറ്റൊരാട്ടയിൽ കയറി വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. കണ്ടാലും നല്ല കാറ്റായതുകൊണ്ട് തന്നെ മുടിയെല്ലാം അടിച്ച് പറത്തി മുഖത്തും വായ്ക്കത്തും ഒക്കെ കയറി പോകുന്നുണ്ട്. സാറേ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേസ്. നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ അപ്പച്ചയും മോളും കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ വീഡിയോയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ നാത്തൂനും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മളവിടേക്ക് ചെന്നപ്പോൾ അവരെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുങ്ങാനൊക്കെ പോയൊക്കെയായിരുന്നു. അല്ലെങ്കിൽ ചേച്ചിയും ഋതുബേബിയും കൂടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സാധാരണ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എത്താറുള്ളത്. എന്തോ ഭാഗ്യത്തിന് ഇത്തവണ നമ്മൾ ഏറ്റവും ആദ്യം എത്തി. അതുകൊണ്ടായിരിക്കാം ആരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നവർക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു. അപ്പോഴാണ് ഞാൻ നഗ്നസത്യം തിരിച്ചറിയുന്നത് കേസ്. നമുക്കിന്ന് മറ്റ് കല്യാണങ്ങളിലൊന്നും പോകാൻ സാധിക്കില്ല. കാരണം ഇവിടെ വളകാപ്പ് ചടങ്ങ് വെച്ചേക്കുന്നത് 11:30 മണിക്ക് ശേഷമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വളകാപ്പ് ചടങ്ങുകൾ ആരംഭിച്ചു. പെണ്ണിന്റെ അമ്മ, ചെറുക്കൻ്റെ അമ്മ, പിന്നെ അവിടെ വന്നിട്ടുള്ള നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് പെണ്ണിന് വിളയടിക്കലും പലഹാരം കൊടുക്കലും മഞ്ഞൾ തേപ്പും ഒക്കെ ആയിട്ട് ചടങ്ങ് അങ്ങനെ ഗംഭീരമായി തന്നെ നടന്നു. അപ്പോഴേക്കും ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോഴത്തേക്കും നമുക്കിതാ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളാണ്. 7-ാം മാസത്തിലാണല്ലോ ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ 7-ാം മാസത്തിൽ 7 ഐറ്റമാണ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. മൊത്തം 7 ഐറ്റം വരുന്നവർക്ക് എല്ലാവർക്കും ഒരു കീസിലാക്കി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. കിറ്റൊക്കെ റെഡിയാക്കി വന്നവർക്ക് എല്ലാവർക്കും കൊടുത്തു വിട്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ അച്ചാമ്മയുടെ വീട് അവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അച്ചാമ്മയും അച്ചാച്ചനും ഒക്കെ മരിച്ചതിന് ശേഷം വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ട് അങ്ങനെ പോകാറൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതല്ലേ, അങ്ങോട്ടേക്ക് പോകാം. കുറേ ഓർമ്മകളൊക്കെ ഇവർക്കെല്ലാം അയവിറക്കാനുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. നേരത്തെ ഇവിടെയൊക്കെ ഭയങ്കര കാട് പ്രദേശമായിരുന്നു. നല്ല റബ്ബറും കാടായിരുന്നു. ഇപ്പോൾ ആ വഴിയൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട്. അച്ചാമ്മയുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു വലിയ കിണറുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ബെമ്പിളിയാസ് ഇഷ്ടം പോലെ പിരിച്ച് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ അച്ചാമ്മയുടെ വീടെത്തിയിട്ട് ഇതാണ് അച്ചാമ്മയുടെ വീട്. വീടൊക്കെ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായിട്ടുണ്ട്. ഫുള്ളും കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കറങ്ങിയതിനൊക്കെ ശേഷം പിറകുവശത്തേക്ക് പോയപ്പോൾ ഈ ഒരു സാധനത്തെ കണ്ടു കേട്ടോ. ഇത് മിഴാവാണെന്നാണ് എൻ്റെ അപ്പച്ചിയുടെ മോള് പറയുന്നത്. പക്ഷേ എനിക്കിതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വെള്ളം നിറച്ച് വയ്ക്കാനുള്ള കലമോ കുടമോ വല്ലതുമാണോ അതോ മിഴാവാണോ എന്നൊന്നും അറിയില്ല. പണ്ട് ഇവിടെ പശുത്തൊഴുത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വല്ലതുമാണോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമ്മൾ അച്ചാമ്മയുടെ വീടൊക്കെ കണ്ട് തിരികെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പെണ്ണ് തിരികെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങായിരുന്നു. പെണ്ണ് ഇറങ്ങാനുള്ള സമയമായിരുന്നു. അങ്ങനെ പെണ്ണ് ദക്ഷിണയൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ വാങ്ങിച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.